അപ്പൊ പുതിയ മാറ്റങ്ങൾ വരികയാണ്. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലും ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. വീടുകളിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കുടിൽ വ്യവസായം, കുടിൽ എന്നുള്ളതൊക്കെ മാറി ഇപ്പൊ വീട്ടു വ്യവസായം നേടാം. കേരളത്തിൽ അങ്ങനെ കുടിലുകൾ വളരെ കുറവാണ്. വീടിന്റെ 50% വരെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നീക്കിവെക്കാം. സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾ ലൈസൻസ് നൽകും. ഇതിനുവേണ്ടി ചട്ടങ്ങൾ പരിഷ്കരിക്കാനും തീരുമാനമായിട്ടുണ്ട്. സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, നമ്മൾ സാധാരണ കുടിൽ വ്യവസായം എന്നാണ് പറഞ്ഞിരുന്നത്. ചൈനയൊക്കെ പണ്ടേ ചെയ്ത കാര്യമാണ്, ജപ്പാനൊക്കെ പണ്ടേ ചെയ്ത കാര്യമാണ്. അവിടെ ചെറിയ വീടുകളിൽ പോലും ഈ ചിപ്പുകൾ നിർമ്മിച്ചാണ് വലിയ മാർക്കറ്റിലേക്കൊക്കെ കൊടുത്തിരുന്നത്. ഐഫോണിന്റെ ചില ഇൻസ്ട്രുമെന്റ്സ് പോലും പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ബാർബി ഡോളുകളുടെ ചില ഭാഗങ്ങൾ പോലും അന്ന് വീടുകളിലേക്കാണ് ആളുകൾ ഇരുന്ന് നിർമ്മിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തെയും കുറച്ചുകൂടി വ്യവസായ സൗഹൃദമാക്കാനുള്ള നീക്കമാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഗതം ചെയ്യേണ്ടതാണ്. അതിന് ചട്ടങ്ങൾ ലഘൂകരിച്ചാൽ മതി. തത്വത്തിൽ തീരുമാനമായോ സുനിഷ എല്ലൂർ? നമ്മുടെ വീടുകളിൽ വ്യവസായം കൂടി തുടങ്ങാൻ പറ്റുമോ? നിയമവിധേയമായ വ്യവസായം എന്നുകൂടി പറയണം അല്ലേ സുനിഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ പറഞ്ഞതുപോലെ നിയമവിധേയമായ ഏത് വ്യവസായവും വീടുകളിൽ തുടങ്ങാനുള്ള ഒരു ലൈസൻസ് നൽകുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആ ചട്ടം. ഈ വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ, കൂടുതൽ ആളുകൾക്ക് ഈ വ്യവസായം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുക, ചെറുകിട സംരംഭകയാകുക എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഇതിൽ ഈ ലൈസൻസ് കിട്ടുക എന്നുള്ളതൊക്കെ വലിയൊരു പൊല്ലാപ്പായി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ചട്ടങ്ങൾ പ്രകാരം ഒരു 150-ൽ പരം സംരംഭങ്ങൾക്കൊക്കെയാണ് ഈ ലൈസൻസ് നൽകിയിരുന്നത്. പ്രധാനമായും വീടുകളിലെ വ്യവസായമോ കുടിൽ വ്യവസായം എന്ന് പറയുന്ന നമ്മൾ കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാണിജ്യ സംരംഭങ്ങൾക്കോ ലൈസൻസ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതിലൊരു മാറ്റം വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം വ്യവസായങ്ങൾക്കും പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. അത്തരത്തിൽ